നേരത്തെ തണ്ണീർക്കൊമ്പന്റെ വിഷയം മാനന്തവാടിയിൽ ഉണ്ടായത് ദിവസങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനംവകുപ്പ് അധികൃതർ തന്നെയാണ് പറഞ്ഞത്, സമാനമായ രീതിയിൽ കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു മോഴയാന കൂടി വയനാടൻ കാടുകളിലേക്ക് കടന്നിരിക്കുന്നു, അതിനെ നിരീക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിന്റെ പിന്നീട് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് ഈ ആന ഈ കുറുവദ്വീപിനടുത്ത് കൂടൽക്കടവ് മേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത്. പുലർച്ചെ ഒരു 4 മണിയോടെയാണ് ഈ വിവരം പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഈ മോഴയാന റേഡിയോ കോളർ ധരിച്ച മോഴയാന ഇറങ്ങിയിരിക്കുന്നു. അത് മാനന്തവാടി നഗരത്തിന് ഏതാണ്ട് 2-3 കിലോമീറ്റർ അപ്പുറത്ത് വള്ളിയൂർക്കാവിനടുത്ത് കൊയിലേരി, താന്നിയൽ തുടങ്ങിയ പ്രദേശത്തൊക്കെ ഈ ആനയുടെ സാന്നിധ്യമുണ്ട്, വനംവകുപ്പ് പിന്നാലെയുണ്ട് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ പുലർച്ചെ 4:30 ചിലർക്കെങ്കിലും ലഭിക്കുന്നു. പക്ഷേ ഔദ്യോഗികമായ അറിയിപ്പുകളോ മൈക്ക് അനൗൺസ്മെന്റോ ഒന്നും ഉണ്ടാകുന്നില്ല. ആ പ്രദേശത്ത് നിന്ന് ആന പയ്യമ്പള്ളി മേഖലയിലൂടെ കുറുവദ്വീപിനടുത്തേക്ക് വീണ്ടും നീങ്ങുന്നു. അപ്പോൾ ഏതാണ്ട് ആന വനത്തിനടുത്തേക്ക് നീങ്ങുന്നു എന്ന പ്രതീതിയാണ് ഒരു 7 മണിയോടെ ഉണ്ടാകുന്നത്. ഒരു 10 മിനിറ്റ് കൂടി സഞ്ചരിച്ചിരുന്നെങ്കിൽ ആന വനത്തിലെത്തിയനെ എന്നുള്ള ഒരു സമയത്താണ് പെട്ടെന്ന് ആ ദിശയിൽ പോയ ആന ദിശ മാറി റോട്ടിലേക്ക് കയറുന്നത്. ആ റോട്ടിൽ നിന്നിരുന്ന അജീഷിനും മറ്റാളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. അജീഷിനെ പിന്തുടർന്ന് ആ സ്റ്റെപ്പ്, വളരെ ഒരാൾക്ക് മാത്രം കയറിപ്പോകാവുന്ന സ്റ്റെപ്പുകൾ കയറി ഗേറ്റ് തകർത്ത് അജീഷിനെ ആ രീതിയിൽ ആക്രമിക്കുന്നത്. അഭിലാഷ് പറഞ്ഞതുപോലെ വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. ആനയുടെയും കടുവയുടെയും ആക്രമണത്തിലൊക്കെ ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭീതിതമായ ഒരു ദൃശ്യങ്ങൾ നമ്മുടെ ആരുടെയും ഓർമ്മയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ആന പിന്തുടർന്ന് സ്റ്റെപ്പുകൾ കയറി ഗേറ്റ് തകർത്ത ഒരാളുടെ പിന്നാലെ പോയി അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് മുൻപൊന്നും ഒരു കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. അഭിലാഷ് പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്ന് കേരളത്തെ ഞെട്ടിച്ചത്. കാരണം വന്യജീവി ഇത്തരത്തിൽ ഒരു മനുഷ്യനെ പിന്തുടർന്നൊരു വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത്, വനത്തോട് ചേർന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് വയനാട്ടിൽ. അവർക്കൊക്കെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ആ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. അതിനുശേഷം ഈ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പോലും സമ്മതിക്കാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. മാനന്തവാടി നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. ആ താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തി. റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്തു. ജില്ലാ കലക്ടറും SP ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു. പലരും ജില്ലാ പോലീസ് മേധാവിയൊക്കെ നടന്നാണ് ഈ ഓഫീസുകളിലേക്കൊക്കെ എത്തിയത്. വാഹനം ആളുകൾ തടഞ്ഞിട്ടു. ഉച്ചയ്ക്ക് ശേഷം ചർച്ച തുടങ്ങി. പക്ഷേ ചർച്ച അനന്തമായി നീണ്ടപ്പോൾ വീണ്ടും പ്രതിഷേധമുയർന്നു. ഒടുവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കം ഉറപ്പുകൾ കിട്ടിയപ്പോഴാണ് ഈ പ്രതിഷേധം അവസാനിച്ചത്. എന്താണെങ്കിലും ഈ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആളുകളുടെ ഉറപ്പ് ലഭിച്ചു. ഈ പടമലയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് അജീഷിന്റെ വീടിന് സമീപത്താണ്. ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ നമ്മളോട് ചേരുന്നുണ്ട്. രാവിലെ മുതൽ ഈ പ്രദേശത്തുണ്ടായിരുന്നു. എന്താ സംഭവിച്ചേ? കയ്യിൽ നിന്ന് ആള് മരിച്ച് നിങ്ങളാണ് എടുത്തോണ്ട് പോയത് ഫോറസ്റ്റ് വണ്ടിയിൽ. വനംവകുപ്പുകാർ വന്നെടുക്കുന്നു. അതിന്റെ കൂടെ നിങ്ങളും ഉണ്ട്? ഞാനും ഉണ്ടായിരുന്നു. ഞാനും ചൊള്ളാപ്പടി ജോർജിന്റെ നിർമ്മൽ, ഞങ്ങൾ 2 പേരാണ് കൊണ്ടുവന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ആനയൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരാളെ പിന്തുടർന്നിട്ട് ആന പോകുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം. ഇതില് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചൊള്ളപ്പടി ജോർജിന്റെ മോനെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞതുപോലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് സ്ട്രെച്ചറിൽ കടത്തി അവര് വണ്ടി തിരിച്ച് പോകുമല്ലാതെ അവിടെ കാഷ്വാലിറ്റിക്ക് തള്ളിക്കയറ്റാനോ ഒന്നും ചെയ്യാനുള്ള ഒരു കാര്യം അവര് ചെയ്തിട്ടില്ല. ഈ ഒരു ചെറിയ മോനാണ് അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും കാഷ്വാലിറ്റി കയറാനുള്ള. എന്റെ ഈ ചങ്കിന്റെ ഇവിടം തുടങ്ങിയിട്ട് ഫുള്ള് ബ്ലഡ് ആയിരുന്നു. അല്ല, ഈ സംഭവം നടക്കുമ്പോഴേ ചേട്ടൻ അവിടെ ഉണ്ടോ? ഇത് അറിഞ്ഞിട്ടോടി? ഇവിടുന്ന് എന്റെ ആന ഇവിടുന്ന് എന്റെ വീടിന്റെ അവിടെ നിന്ന് എന്നെ ഓടിച്ചു. എന്നിട്ട് അതിന്റെ പുറകെ ഞങ്ങൾ പോകുന്നത്. ചെല്ലുമ്പോഴാണ് ആന അജീനെ വീഴിക്കുന്ന കാണുന്നത്. ഈ നമ്മുടെ ഇപ്പോൾ ഈ കുറുവേന്റെ പരിസരം, ചാലികതയൊക്കെ നിരന്തരം വന്യജീവി ശല്യമുള്ള ഒരു മേഖലയാണ് അല്ലേ? ഇതിന് മുന്നേ ഈ സമാനമായ ഒരു സംഭവം ഉണ്ടായതായി പറയണ്ടായിരുന്നു 3-4 വർഷം മുന്നേ. ഉണ്ട്. ശശിയേട്ടൻ മരിച്ചു, പാല് വിളിച്ച ശശിയേട്ടൻ, പാറയ്ക്ക് ശശിയേട്ടൻ മരിച്ചത് അത് ഇതേപോലെ തന്നെ ആന അടിച്ച് മരിച്ച, പാല് വിളിച്ച അമ്പലത്തിലെ ഉത്സവത്തിന്റെ സമയത്ത് മരിച്ചത്. കഴിഞ്ഞ ഇതിലൊരു മുന്നറിയിപ്പ് തരുന്നതിലൊരു വീഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ വീഴ്ച വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ കിട്ടിയിട്ടില്ല. ഫോറസ്റ്റുകാരാണെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും മുന്നറിയിപ്പ് നമുക്കൊന്നും തന്നിട്ടില്ല. ഇങ്ങനെ ആന വരുന്നുണ്ടെന്നുള്ളൊരു സൂചന പോലും നമുക്ക് വനംവകുപ്പിന്റെ മേലെ നമുക്കൊരു സൂചന പോലും നമുക്ക് കിട്ടിയിട്ടില്ല. സാധാരണ ആന കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ, അതായത് ഓപ്പൺ ന്യൂസ് എന്ന് പറയുന്ന ചാനൽ രാവിലെ 4:30 മുതൽ ഈ ഒരു കാര്യം ആന ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അപ്ഡേഷൻ പോലും ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സോ ഇവിടുത്തെ പോലീസുകാരോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ ജനങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരം വെളുത്ത് ഏക്കുന്ന സമയം ഭയങ്കര ഒച്ച കേൾക്കുന്നത്. ഞാൻ വീടിൻ്റെ അവിടുന്ന് മേലേക്ക് കയറുമ്പോഴാണ് ഈ ആന എൻ്റെ നേരെയാണ് വരുന്നത്.
എൻ്റെ നേരെ വരുന്നു. ഞാൻ ഓടി വീട്ടിൽ കയറി. ചാച്ചനും ഉണ്ടായിരുന്നു. ചാച്ചനോട് പറഞ്ഞു പരക്കകത്ത് കയറിക്കോ. ആ ആന നേരെ തന്നെ വന്നിട്ട് ആ ഒരു പോക്ക് ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ പുറകെ പോയി ചെല്ലുമ്പോഴാണ് ആനയുടെ ചിന്നമ്പിളി രാജീനെ കൊല്ലുന്നത്. അഭിലാഷ്, ഈ സംഭവവുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ആണ് നമ്മളോട് പ്രതികരണം അറിയിച്ചത്. എന്താണെങ്കിലും അതിദാരുണമായ സംഭവം. ഇവിടെ ഈ പറഞ്ഞതുപോലെ മുൻപും വന്യജീവി ആക്രമണമൊക്കെ ഉണ്ടായ മേഖലയാണെങ്കിൽ കൂടി ഇത്തരത്തിലൊരു സംഭവം ആരുടെയും ഓർമ്മയിലില്ല. അത് കേട്ടുകേൾവിയില്ലാത്തതാണ്. കാരണം ആ ദൃശ്യങ്ങൾ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ വന്യമൃഗം ഒരു മനുഷ്യനെ പിന്തുടർന്ന് ഒരു വീട്ടിൽ കുറേ ദൂരം പിന്തുടർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ആരും അങ്ങനെ ഒരു മുൻ അനുഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൃശ്യമോ അങ്ങനെ ഒരു വാർത്തയോ കേട്ടിട്ടില്ലാത്തതാണ് അഭിലാഷ്.